ഒരിടത്ത് ഒരു ആമുഖം ആവശ്യമില്ലാത്ത ഒരു മലയാളിയുടെ പ്രവാസ ജീവിതത്തിന് 50 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. എം.എ. യൂസഫ് അലിയുടെ പ്രവാസത്തിന് 2023 ഡിസംബർ 31 50 വയസ്സ് പൂർത്തിയായപ്പോൾ അത്ഭുതത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത്. ഒരു 19 വയസ്സുകാരൻ ബിസിനസ് സാമ്രാജ്യം വെട്ടിപ്പിടിച്ച കഥ ആർക്കും പ്രചോദനമാണ്. മലയാളികളുടെ ലോക അംബാസിഡർ 50 വർഷത്തെ പ്രവാസ ജീവിതത്തിൻ്റെ സാഫല്യത്തിലാണ്. കഠിനാധ്വാനം കൊണ്ട് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി എന്ന എം.എ. യൂസഫ് അലി പ്രവാസത്തിൻ്റെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കി. ബോംബെയിൽ നിന്ന് 6 ദിവസം ദുമ്മറി എന്ന കപ്പലിൽ യാത്ര ചെയ്താണ് 1973 ഡിസംബർ 31 വെറും 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എം.എ. യൂസഫ് അലി ദുബായ് റാഷിദ് തുറമുഖത്തെത്തിയത്. മരുഭൂമിയിലെ കാണാപ്പൊന്ന് തേടിയുള്ള ഒരു 19 വയസ്സുകാരൻ്റെ യാത്രയുടെ തുടക്കം അതായിരുന്നു. ഞാൻ ഈ ഡിസംബർ 1973 ഡിസംബർ 31 ഞാൻ വന്നു. ഈ 2023 ഡിസംബർ 31 ഞാൻ 50 കൊല്ലം തികയാണ്. രാജ്യതലസ്ഥാനമായ അബുദാബിയിൽ ബിസിനസ്സുകാരനായ അമ്മാവൻ എം.കെ. അബ്ദുള്ളയുടെ സഹായിയാണ് ആ 19കാരൻ ആദ്യമായി പ്രവാസിയായി എത്തുന്നത്. അതൊരു ബിസിനസ് സാമ്രാജ്യം നിർമ്മിക്കാനും പലതും സ്വന്തമാക്കാനുമുള്ള രാജാവിൻ്റെ വരവായി ആരും കരുതിയില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും ആത്മസമർപ്പണത്തോടെയും അബുദാബിയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച കച്ചവടമാണ് ഇന്ന് 50 വർഷം പിന്നിടുമ്പോൾ 35,000 മലയാളികൾ ഉൾപ്പെടെ 49 രാജ്യങ്ങളിൽ നിന്നുള്ള 69,000-ലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ലുലു ഗ്രൂപ്പ് എന്ന വമ്പൻ സ്ഥാപനത്തിൻ്റെ മേധാവിയായി യൂസഫ് അലി മാറിയതിൻ്റെ ചരിത്രം കുറിച്ചത്. എൻ്റെ അങ്കിളിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, ഷോപ്പ് നമ്പർ 123. അവിടെയാണ് ഞാൻ ആരംഭിച്ചത് നമ്മുടെ കരിയർ. അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുത്തി ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ആ സാധനം കൊണ്ടുവന്ന് നമ്മളെ തന്നിട്ട് അത് വിൽക്കലായിരുന്നു മാർക്കറ്റിൽ. അറബ് ഭരണാധികാരികളുമായുള്ള ദൃഢമായ ആത്മബന്ധം യൂസഫ് അലിയുടെ ബിസിനസ് മേഖലയ്ക്ക് വലിയ കുതിപ്പേകി. അറബ് രാജ്യങ്ങളെ കേരളവുമായി ബന്ധപ്പെടുത്തുന്ന കണ്ണിയായി യൂസഫ് അലിയെ മാറ്റിയതും ഈ ബന്ധമാണ്. ഇന്ത്യയിൽ നിന്ന് UAE എത്താറുള്ള ഏത് നേതാവിൻ്റെ പര്യടനം യൂസഫ് അലിയുമായുള്ള കൂടിക്കാഴ്ചയില്ലാതെ പൂർണ്ണമാവാറില്ല. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് അതിഥികളായി എത്തുന്ന ഗൾഫ് നാടുകളിലെ ഭരണാധികാരികൾക്കൊപ്പം ക്ഷണിക്കപ്പെടുന്ന സ്ഥിര സാന്നിധ്യം കൂടിയാണ് യൂസഫ് അലി. കേരളത്തിൻ്റെ പ്രവാസി ക്ഷേമത്തിനായി സർക്കാർ രൂപീകരിച്ച നോർക്കയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് എം.എ. യൂസഫ് അലി. നമ്മളെപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള തീരുമാനം നമ്മൾക്കുണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഭരിക്കുന്നവരുമായിട്ടുള്ള ബന്ധം ആദ്യം സ്ഥാപിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ഡിഗ്, ആരാണിത്, എവിടെ നിന്ന് അവൻ ഈ കാശ് കൊണ്ടുവന്ന് ഇറക്കണം, എന്താണ് അവൻ്റെ ബിസിനസ്, ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അടുത്ത കാലത്തായി ഇന്ത്യയിൽ ബിസിനസ് സാമ്രാജ്യം വിപുലമാക്കാനുള്ള യത്നത്തിലാണ് ലുലു ഗ്രൂപ്പ്. BJP സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ലുലു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ കാരണമായതെന്ന് യൂസഫ് അലി ഈ വേളയിൽ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ മുമ്പ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ അവർക്ക് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയം വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പ്രധാനമന്ത്രിയുമായി കണ്ട് സംസാരിച്ച് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ നിയമം മാറ്റി. കാരണം ഡൊമസ്റ്റിക് NRI ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാക്കി. അത് വലിയൊരു റിലീഫാണ്.
മുമ്പ് നിങ്ങളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയാൽ അപ്പം നോട്ടീസ് വരും 100 എണ്ണം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒരു തോട്ടെടുത്താൽ അപ്പോൾ വരും നോട്ടീസ്. 100 പ്രശ്നമായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോൾ അത് മാറ്റി. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് മൾട്ടി ബ്രാൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റും ഷോപ്പിംഗ് മാളും ഇന്ത്യ വലിയ 1.4 ബില്യൺ മാർക്കറ്റാണല്ലോ. അപ്പോൾ നൗ വി ആർ കോൺസെൻട്രേറ്റിംഗ് ടു എക്സ്പാൻഡ് ഇൻ ഇന്ത്യ. ഇനിയും ഒരുപാട് പ്രൊജക്റ്റ് വരുന്നുണ്ട്. കേരളത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയ സഹായ പ്രഖ്യാപനവുമായി ആദ്യമെത്തുന്നവരിൽ പ്രമുഖനും യൂസഫ് അലി തന്നെയാണ്. കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും നാളുകളിൽ നാം അത് കണ്ടതാണ്. നമ്മുടെ അടുത്ത് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരുന്നാൽ അവരെ ആട്ടി ഓടിക്കാൻ പാടില്ല. ആട്ടി ഓടിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പഠിച്ച എൻ്റെ മതം പറയുന്നത്. നിങ്ങളുടെ മതത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവരുടെ കഥ പ്രവാചകരെ പറയട്ടെ. ഖുർആനാണത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ആട്ടി ഓടിക്കും. ദൈവം പറയാണ്. അതെങ്ങനെയാണ്? നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടി ഓടിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ മതത്തിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ ആട്ടി ഓടിക്കണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയാം ഞങ്ങൾക്കിത് സാധ്യമല്ല. ആ സ്നേഹത്തോടു കൂടി പറയാം. അല്ലാണ്ട് അവരെ ആട്ടി ഓടിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ സാധിക്കാത്ത ഞാൻ ചെയ്യാണ്ടിരിക്കുന്നുമുണ്ട്. വാണിജ്യ വ്യവസായ സാമൂഹ്യ സേവന രംഗത്ത് നൽകിയ സേവനങ്ങളെ മാനിച്ച് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളാണ് യൂസഫ് അലിയെ തേടിയെത്തിയത്. പ്രവാസത്തിന് 1/2 നൂറ്റാണ്ട് തികയ്ക്കുമ്പോൾ യൂസഫ് അലി എന്ന മനുഷ്യ സ്നേഹിക്ക് ഞങ്ങളും ആശംസകൾ നേരുന്നു.